What's up guys? Sri here. Welcome back to another video. പെർഫ്യൂം അടിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസിനൊന്നും ഒരു ഗും കിട്ടിയില്ല. പക്ഷേ ഗുമ്മുള്ള സാധനം ഇട്ടാട്ടോ നിൽക്കണേ. സംഭവം പറഞ്ഞാൽ S26 ഒക്കെ S26 Ultra ഒക്കെ ഞാൻ യൂസ് ചെയ്ത് വാല്യൂ ഫോർ മണി അല്ലാതെ ഒരു ഒപ്പീനിയൻ കൊടുത്ത് കുറച്ച് പേർക്ക് പിടിച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഏതാണ് ബ്രോവിനെ സംബന്ധിച്ച് വാല്യൂ ഫോർ മണി ഫോൺ? സത്യം പറഞ്ഞാൽ എനിക്കൊരു വാല്യൂ ഫോർ മണി ഓൾറൗണ്ടറിനെ കണ്ടുപിടിക്കുക എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇച്ചിരി പാടാണ്. കാരണം എല്ലാ രീതിയിലും ലുക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, സ്ട്രക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, പെർഫോമൻസ്, ബാറ്ററി എല്ലാത്തിനകത്തും ബാറ്ററിലോ എല്ലാത്തിനകത്തും ഈക്വലി പെർഫോം ചെയ്യുന്നൊരു സാധനത്തിന് ഞാൻ വാല്യൂ ഫോർ മണി എന്ന് വിളിക്കും. അങ്ങനെ ഒരുപാട് ഫോൺസ് ഒന്നുമില്ല. പക്ഷേ ഞാൻ മോട്ടോയുടെ എഡ്ജ് 70 ഫ്യൂഷൻ കുറച്ച് നാളെ ഡെയിലി ഡ്രൈവ് ചെയ്യും. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ 25,000 രൂപ കാർഡ് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടും. നിങ്ങൾക്ക് ട്വിൻസ് മൊബൈൽസ് പട്ടത്ത് പോയാൽ അവരതെല്ലാം സെറ്റ് ചെയ്ത് തരും. താഴെ രാജേഷിൻ്റെ നമ്പർ കൊടുത്തേക്ക് അത് വിളിച്ചാൽ മതി. ആ വിലയ്ക്ക് ഈ സാധനം ഇച്ചിരി സീനാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഡിസൈൻ ആൻഡ് ബോഡിയിൽ നിങ്ങൾക്ക് നല്ല പ്രീമിയം ഫീലും പ്രീമിയം കൺസ്ട്രക്ഷനും കിട്ടുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7 ആയി. റെയിൽസ് ഒന്നും അത്ര സ്ട്രോങ് അല്ല, പ്ലാസ്റ്റിക് ഫ്രെയിം ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ബാക്കിലൊരു വീഗൻ ലെതർ ഫിനിഷ് അല്ല, സാധാരണ മോട്ടോ കൊടുക്കുന്നതിനാണെങ്കിൽ വീഗൻ ഇതൊരു ക്യാൻവാസ് ഫീൽ ആയി. ഭയങ്കര പ്രീമിയം ഫീൽ ഉണ്ട് കേട്ടോ ക്യാൻവാസ്. പിടിക്കാൻ ഭയങ്കര രസമാണ്, യൂസ് ചെയ്യാനും അടിപൊളിയാണ്. അതിനുപരി 7000 mAh ബാറ്ററിയാണ്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം. പക്ഷെ എന്നാലും ഫോണിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും വെയിറ്റ് ബാലൻസിങ്ങും പ്രോപ്പർ നമ്മൾ കയ്യിലിങ്ങനെ ഒതുങ്ങി ഇരിക്കും. അതിനോട് IP6869 സർട്ടിഫിക്കേഷൻ, മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സംഭവം ബിൽഡ് ക്വാളിറ്റി പെർസ്പെക്റ്റ് ഒന്നും ഡിസൈൻ പെർസ്പെക്റ്റ് ഒന്നും അടിപൊളിയാണ്. ഡിസൈൻ ആ ഒരു സംഭവം എലവേറ്റ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ഫ്രണ്ടിലേക്ക് എടുക്കുക. ഫ്രണ്ടിലേക്ക് ഇടും ഗൈസ്, ലിറ്ററലി നിങ്ങൾക്ക് ബെസൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ് കവർ സിസ്റ്റം പോലത്തെ ഒരു സാധനം കൊടുത്തേക്കുന്നത്. സൈഡിൽ മേളിലും താഴെ എല്ലായിടത്തും ചെറിയൊരു കർവേച്ചറുണ്ട്. ഞാനിതിൻ്റെ വലിയൊരു ഫാൻ അല്ലെങ്കിലും 96% ഒക്കെയാണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ വരുന്നത്. എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഫുൾ ഒരു സ്ക്രീനായിട്ടൊരു ഫീലാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അത് ഈ വിലയ്ക്ക് ഭയങ്കര അപ്രീഷിയബിൾ ഫാക്ടർ. അത് പറയാണ്ടിരിക്കാൻ എനിക്ക് വയ്യ. ഈ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5800 സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഭയങ്കര പ്ലെൻറ്റി ബ്രൈറ്റ് ആയിട്ടുള്ള 144 Hz 10-bit പാനലാണ്. ചില കമ്പനീസ് ഉണ്ട് ഇപ്പോഴും 70,000 രൂപ കൊടുത്തിട്ട് 8-bit പാനൽ കൊടുക്കുന്നത്. അതിൻ്റെ കണക്കിന് 10-bit പാനലാണ് ഡിസ്പ്ലേക്ക് കൊടുക്കുന്നത്. 10-bit പാനൽ ഡിസ്പ്ലേയും 144 Hz HDR10+ഉം AMOLED ആണ്. POLED അല്ല, സാധാരണ മോട്ടോ ഉപയോഗിക്കുന്നത് POLED ആണെങ്കിൽ ഇവിടെ AMOLED ആണ്. അതുകൊണ്ട് ഡീ ബ്ലാക്സിനൊക്കെ ട്രൂ ഡീ ബ്ലാക്സും ഈ ഡിം ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പണ്ടത്തെ POLED അതിനുള്ള ഒരു ഇംപെർഫെക്ഷൻസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നില്ല. ഡിസ്പ്ലേ ഈസ് പെർഫെക്റ്റ്. ആസ് ഓഫ് റൈറ്റ് നൗ എനിക്ക് തോന്നുന്നത് നമുക്ക് HDR സർട്ടിഫിക്കേഷൻ യൂട്യൂബിൽ മാത്രമേ ഉള്ളൂ. മേ ബി അത് നെറ്റ്ഫ്ലിക്സിൽ വന്നേക്കാം, വരാതിരിക്കാം. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിലുള്ള മിക്ക ഫോൺസിലുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. LTPO കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഏത് ഫോണിനകത്ത് LTPO ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഡിസ്പ്ലേയിൽ ഈ വിലയ്ക്ക് നല്ല ബ്രൈറ്റാണ്, നല്ല സ്മൂത്താണ്, എല്ലാം ഉണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു പ്രശ്നമില്ല. സിനിമയൊക്കെ കാണാനും കളർ കോൺട്രാസ്റ്റും എല്ലാം ടോപ്പ് നോച്ച്. പിന്നെ മോട്ടോ എടുത്ത് പറയുകയാണ് സ്പീക്കേഴ്സ് ഡോൾബി അറ്റ്മോസിൻ്റെ ആണ്. നല്ല രസമുള്ള സ്പീക്കേഴ്സാണ്, നല്ല ലൗഡാണ്. അതേപോലെ തന്നെ അമ്മ ട്യൂൺ ചെയ്ത് ലൗഡ്നെസ് മാത്രമല്ല രസമാണ് കേൾക്കാൻ. അങ്ങനെയുള്ള സ്പീക്കേഴ്സാണ്. സിനിമ ആണുള്ള, ഗെയിം കളിക്കാനുള്ള നിങ്ങളുടെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എലവേറ്റ് ചെയ്ത് ഞാൻ വാക്ക് തരുന്നു. അതേപോലെ ഹാപ്റ്റിക്സ് ആൻഡ് വൈബ്രേഷൻ ടോപ്പ് നോച്ച് വൈബ്രേഷൻ ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് പ്രീമിയം കാട്ടുചാത്തൻ വൈബ്രേഷൻ മോട്ടറല്ല. മോട്ടോ ഈ കാര്യത്തിലൊന്നും ഭയങ്കര ചീപ്പ് ഔട്ട് ചെയ്യാത്ത, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രീമിയം ഫീൽ ചെയ്യുന്ന വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലം വൈബ്രേഷനാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വൈബ്രേഷന് അവരതിനകത്തൊന്നും ചീപ്പ് ഔട്ട് ചെയ്തിട്ടില്ല. ഹാപ്റ്റിക് എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ലോണം കൊള്ളാമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അടുത്ത് പറയാൻ ഉള്ളത്. ഇനി നമുക്ക് മെയിൻ ഘടകത്തിലേക്ക് പോകാം. അത് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ചും തെർമൽസിനെയും പെർഫോമൻസിനെയും കുറിച്ച് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 4 ചിപ്സെറ്റ് ആദ്യം കൊടുത്തേക്കുന്നത്. അതൊരു 4nm ഫാബ്രിക്കേഷനകത്തുള്ള അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ്. നല്ലൊരു ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് ചിപ്സെറ്റ്, അങ്ങനെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ മൾട്ടി കോർ സ്കോർ എടുക്കുകയാണെങ്കിലും സിംഗിൾ കോർ സ്കോർ എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും നല്ല പുഷ് ചെയ്യാനും അത്യാവശ്യം പറ്റുന്നൊരു ചിപ്സെറ്റ്. എന്നാൽ ഭയങ്കര പയ്യെ ഡെയിലി ചുമ്മാ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, വെബ് സർഫിംഗ് എന്നൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഉപരി പറ്റിയ അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റും കൂടാണ്. എനിക്ക് ഈ ചിപ്സെറ്റിനെ കുറിച്ച് ഈ വിലയ്ക്ക് ഒരു കുറ്റവും പറയില്ല. അത്യാവശ്യം ഈ ഫോണിനും ഈ യൂസേഴ്സിനൊക്കെ പറ്റിയ ചിപ്സെറ്റ്. ഈ ചിപ്സെറ്റിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് AD അഡ്രിനോടെ 810 GPU. ആ 810 GPU സത്യം പറഞ്ഞാൽ നല്ല കേപ്പബിൾ GPU. കുറേ പേര് അഡ്രിനോടെ 810 GPUവിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് 120 FPS PUBG, BGMI എക്സ്ട്രീം കളിക്കാൻ പറ്റുന്നൊരു ഫോണാണ്. അത്രയും കേപ്പബിൾ ആയിട്ടൊരു GPU ആണ് നിങ്ങൾ കൊടുത്തേക്കുന്നത്. ഞാൻ ചെറുതായിട്ട് ഗെയിമൊന്നും കളിച്ച് നോക്കി ഭയങ്കരമായിട്ട് പുഷ് ചെയ്യില്ല. എന്നാൽ
എങ്ങനെയുണ്ട് തെർമൽസ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ബാക്കിൽ എന്താ പറയുക ഒരു ക്യാൻവസ് ലൈക്ക് ഫിനിഷ് ആയതുകൊണ്ട് ഹീറ്റ് ഡിസിപ്പേഷൻ അത്രയ്ക്ക് പോരാ. പക്ഷേ നല്ല ഹീറ്റ് ഡിസിപ്പേഷൻ. എനിക്ക് തോന്നുന്നു അതിൻ്റെ വേപ്പർ കൂളിംഗ് ചേമ്പറൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതും കുഴപ്പമില്ല. ഫോണിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ചൂടാവും. അല്ലാതെ ഹീറ്റിംഗ് എന്താ പറയുക നമ്മുടെ ഈ കാലാവസ്ഥയുള്ള കേരളത്തിൽ ഇപ്പോൾ ചുട്ട് പഴുക്കുക. ഇതിനും കേസൊക്കെ ഇട്ട് ഉപയോഗിച്ചാൽ ഈ ഫോൺ ഓക്കേഷ് മൂഡ് തന്നെയാണ്. അല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് കുറ്റമൊന്നും പറയാനില്ല. അപ്രീഷിയേറ്റ് മോട്ടോനെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ UFS 3.1 സ്റ്റോറേജ് ആണുള്ളത്. പിന്നെ ഏതൊക്കെയോ ചില വേരിയൻസിനകത്ത് ഞാൻ റെഡിറ്റിലോ കുറേലോ ഒക്കെ എനിക്കൊന്ന് ഇന്ത്യയുടെ പുറത്താണ് UFS 2.0 ഉള്ളത്. അല്ലാത്തടത്തോളം ഈ 3.1 ഈ പ്രൈസ് റേഞ്ചിന് പക്ക ആണ്. പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7000 mAh 7000 mAh 2-day ഫോൺ എന്ന് ക്ലിയർ ആയിട്ട് പറയും. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 7S Gen 4 പയ്യെ എന്താ ഉപയോഗിക്കണം. പയ്യെന്ന് ഞാൻ ഉദ്ദേശിച്ച് ഭയങ്കര പുഷ് ചെയ്യാതെ ചെറിയ ഇൻസ്റ്റഗ്രാം, ചെറിയ കോളിംഗ്, ചെറിയ വാട്സാപ്പ്, ചെറിയ ഗൂഗിൾ, ചെറിയ യൂട്യൂബ് പരിപാടികൾക്കൊക്കെ ആണെങ്കിൽ അതിനകത്ത് ചെറിയ കറണ്ടേ എടുക്കൂ. കറണ്ട് എന്ന് ഉദ്ദേശിച്ച് ബാറ്ററി എടുക്കൂ. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് 2 days നല്ലോണം പുഷ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. ഇറ്റ് ഇസ് നല്ല പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ചിപ്സെറ്റും കൂടെ ആയതുകൊണ്ട് കുഴപ്പം നിങ്ങൾക്ക് ഒരു 8 hours പ്ലസ് ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. നിങ്ങൾ പയ്യെ ഉപയോഗിക്കുന്ന ഒരാളാണ്. പയ്യെന്ന് വെച്ചാൽ പവർ യൂസർ അല്ലാത്ത ഹെവി യൂസറാണ്. പക്ഷേ പവർ യൂസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് 8+ hours കിട്ടും. പക്ഷേ എന്നാൽ ഗെയിമൊക്കെ കളിക്കുമ്പോൾ Adreno 810 GB ഒക്കെ ആക്ടിവേറ്റ് ആക്കുമ്പോൾ അതേപോലെ പെട്ടെന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിലും ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും ഇത്രയും വിലയ്ക്ക് ഇത്രയും വലിയ ബാറ്ററി ലൈഫ് കൊടുത്ത് മോട്ടോയെ ഞാൻ അപ്രീസിയേറ്റ് ചെയ്യുന്നു. S26 Ultra കണക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഫോണാണ്. പക്ഷേ 5000 mAh ബാറ്ററി എനിക്ക് പറഞ്ഞു. ഞാൻ ഗൈസ് ആ റിവ്യൂ കാണണമെങ്കിൽ പോയി കണ്ടു നോക്ക്. അതേക്കുറിച്ച് കൂടുതലൊന്നും പറയില്ല. എന്തുമില്ല, നമ്മൾ മോട്ടോനെ കുറിച്ച് തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് ക്യാമറാസിനെ കുറിച്ചൊരു കാര്യം പറയണം. 25 രൂപ അടുപ്പിച്ച് അറൗണ്ട് വരുന്നതിനകത്ത് ഇവരൊരു ടെലിഫോട്ടോ ലെൻസോ കൊടുത്തിട്ടില്ല. ടെലിഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ല. അതിനകത്ത് ചെറിയൊരു ഗ്രഡ്ജ് ഉണ്ട്. പക്ഷേ ഇവരുടെ മെയിൻ ഷൂട്ടർ, ഞാനിത് ഫാക്റ്റായിട്ട് പറയാൻ പോവാ, ഇവരുടെ ലിറ്റിയയുടെ 710 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഉപയോഗിച്ച് സെൻസർ ഉപയോഗിച്ച് ആദ്യമായിട്ട് ഇറക്കിയ ക്യാമറ എന്തോന്ന് ഇവരുടെ മെയിൻ 50 MP ഷൂട്ടർ സൂപ്പർ. മെയിൻ ഷൂട്ടർ സൂപ്പർ. ലോ ലൈറ്റ് ആയിക്കോട്ടെ എന്താണേലും നിങ്ങൾക്ക് ആ ഒരു മെയിൻ വൈഡ് ആംഗിൾ ഷൂട്ടറിൽ നിന്ന് കിട്ടുന്ന കളേഴ്സ് ആയിക്കോട്ടെ എല്ലാം സൂപ്പർ. നിങ്ങളൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് നല്ല ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 50,000 എബോവ് ഉള്ള റേഞ്ചിൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോസസ്സിങ്ങും കോമ്പ്യൂട്ടേഷനും കളേഴ്സും ഒക്കെ എനിക്ക് കിട്ടി. ഞാൻ ആദ്യം ഇതിനകത്ത് വൈഡിലെടുത്തൊരു ഫോട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ അതിന് ഫോട്ടോ സാമ്പിൾസ് എഴുതി കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡ്രൈവിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ഒരു ഇൻഡെപ്ത് ക്യാമറ റിവ്യൂ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അതും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഗൈസ് ടെൽ മീ, ജഡ്ജ് മീ, ഞാനത് സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം മോട്ടോയുടെ ന്യൂട്രൽ സ്കീമിൽ പോയിട്ടുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഇച്ചിരി സാച്ചുറേഷനൊക്കെ അടിച്ച് കയറിപ്പിക്കുന്ന പരിപാടി എവിടെയൊക്കെ ഉണ്ട്. കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കളറല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് ഈ വിലയ്ക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ഒരു വൈഡ് ആംഗിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 MB വൈഡ് ആംഗിളാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല. 13 MP വൈഡ് ആംഗിൾ, അത്യാവശ്യം ഡീറ്റെയിൽ ഷാർപ്പ് ഫോട്ടോസ് കിട്ടും. എന്നാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി 50 MP വൈഡ് ആംഗിളിൻ്റെ കണക്കൊന്നും തോന്നത്തുമില്ല. സെൽഫി ആണെങ്കിൽ 32 MP. ഓക്കെ, സെൽഫി എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കാനൊന്നുമില്ല. വീഡിയോ സൈഡിൽ പറയുകയാണെങ്കിൽ 4K 30 FPS മെയിനിലും പറ്റും, വൈഡ് ആംഗിളിലും പറ്റും, സെൽഫിയിലും പറ്റും. അതൊരു പ്ലസ് പോയിന്റ് ആയെന്ന് എനിക്ക് തോന്നി. സോ ക്യാമറ സൈഡിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ടെലിഫോട്ടോ ഇല്ലാത്തൊരു കുറവ് ഞാൻ മിസ് ചെയ്യുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളാ. സത്യം പറഞ്ഞാൽ ഇനി വേറെ സാധനത്തിനെ കുറിച്ച് പറഞ്ഞാൽ ദാറ്റ് സോഫ്റ്റ്വെയർ. മോട്ടോയുടെ ഹലോ UI കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇവന്മാരെ കറക്റ്റ് സമയത്ത് അപ്ഡേറ്റും കൂടെ വിടുന്നത് നല്ല കേട്ടോ. അത് AI ഫീച്ചേഴ്സ് ഒക്കെ ഇപ്പോൾ ഒരുപാട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മോട്ടോ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. ഗുഡ് ജോബ്, ഗുഡ് ഇനിഷ്യേറ്റീവ്. ഒരുപാട് യൂസ്ഫുൾ AI ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട് ആപ്പിനകത്തൊക്കെ അവരുടെ AI കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഈ നോട്ടിഫിക്കേഷൻസ് സമറൈസ് ചെയ്യുന്ന AI, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കീപ്പ് ഇറ്റ് അപ്പ്, ഗുഡ് ജോബ്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 3 വർഷം അവർ OS അപ്ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് 4 വർഷം അതിന് മുകളിലായിരിക്കാം. ചിലപ്പം എന്തായാലും 4 വർഷത്തേക്ക് കിട്ടുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. ചിലപ്പോൾ അത് 3 വർഷത്തേക്കാവും. സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഇപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നതല്ല പിന്നെ തരുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പക്ഷേ എന്നാലും സമയത്തിന് നല്ല സോഫ്റ്റ്വെയർ തരുവാണെങ്കിൽ നല്ലതാണ്. മോട്ടോയുടെ ആകെ പ്രശ്നം അത്രേ ഉള്ളൂ, അവർക്ക് തോന്നുമ്പോഴും Android 18 ഒക്കെ ഇറങ്ങുമ്പോഴായിരിക്കും 17 അപ്ഡേറ്റ് വരുന്നത്. സോ അവരെ ലാഗ് ആവുന്നൊരു സാധനം ഒന്ന് കുറച്ചായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വേ ബെറ്റർ എന്നെനിക്ക് തോന്നി. സോഫ്റ്റ്വെയറിൽ എനിക്ക് വേറെ ഒന്നും ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കാനൊന്നുമില്ല. അനിമേഷൻസ് ആയിക്കോട്ടെ, ഇവരുടെ ബാക്ക് എൻഡ് വർക്ക് ആയിക്കോട്ടെ, ബഗ്സ്, സ്റ്റഡേഴ്സ്, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. അത്യാവശ്യം നല്ല കളർഫുൾ, നല്ല ക്ലീൻ, മിനിമൽ, സ്റ്റോക്കിഷ് ആയിട്ടുള്ള UI. എനിക്ക് ഇങ്ങനത്തെ UI ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് യൂസ് ചെയ്യാനും ഡെയിലി ഡ്രൈവ് ചെയ്യാനും ഇങ്ങനത്തെ UI ഭയങ്കര ഇഷ്ടമാണ്. സോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്.
നിങ്ങൾക്ക് 25,000 രൂപ കൊടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ സിസ്റ്റം കിട്ടുന്നുണ്ട്, സൂപ്പർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കയ്യിൽ പിടിക്കാൻ പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ബിൽഡ് ഗ്രേഡ് സ്റ്റാൻഡേർഡ് ഉണ്ട്, IP68 69 ഉണ്ട്, സൂപ്പർ സ്പീക്കേഴ്സ് ഉണ്ട്, നല്ല ഹാപ്റ്റിക്സ് ഉണ്ട്. ദെൻ വൈ നോട്ട്? ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഫോൺ ഇഷ്ടപ്പെട്ടു. കൈസ് നിങ്ങൾ ഒരു 25,000 രൂപയ്ക്ക് ഒരു ഓൾറൗണ്ടർ നോക്കുക, ഒരു കോളേജ് യൂസ് ആയിക്കോട്ടെ, എന്നാണേലും നിങ്ങൾക്ക് പൈസ ഇതാണ് ബഡ്ജറ്റ് എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും നിങ്ങൾ അടുത്ത കടയിൽ പോയി ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് എടുക്കുക, നിങ്ങൾ റിഗ്രറ്റ് ചെയ്തില്ല. പിന്നെ മോട്ടോയുടെ ചെറിയൊരു ഗ്രഡ്ജ് എന്ന് പറയുമ്പോൾ അവർ ഫ്യൂച്ചറിലേക്കുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ ചിലപ്പോൾ ഇച്ചിരി ലാഗ് ആക്കും, ചിലപ്പോൾ ഇച്ചിരി അല്ല ചിലപ്പോൾ ലാഗ് ആക്കും. പക്ഷെ അത് അവർ വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് ട്വിറ്ററിൽ എല്ലാ വർഷവും അതിൻ്റെ CEO ഡെവലപ്പേഴ്സും ഒക്കെ ഇടുന്നത്, എക്സിനകത്ത് ഇടുന്നത്. സോ നമുക്കത് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൈസ്, മോട്ടോ എഡ്ജ് 70 ഫ്യൂഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ തിരുവനന്തപുരത്തുള്ളതാണെങ്കിൽ ട്വിൻസ് മൊബൈൽസ് പട്ടത്തേക്ക് നിന്ന് അത് അവിടെ രാജേഷേൻ്റെ അടുത്ത് പറഞ്ഞാൽ നമ്മൾ പേര് പറഞ്ഞാൽ ട്രൈ ഔട്ട് ചെയ്യാനും പറ്റും. അതേപോലെ അതൊരു ഡിസ്കൗണ്ട് തരുകയും ചെയ്യും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോയി ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. ഈ പ്രൈസ് റേഞ്ചിന് ഐ ഹൈലി റെക്കമെൻഡ് ഓൾറൗണ്ടർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.